കോഴിക്കോട് മാലിപുരം ചെറുപുഴയിൽ കാണാതായ 10 വയസ്സുകാരിക്കായുള്ള തെരച്ചിൽ തുടരുന്നു. ഇന്നലെയാണ് പൊന്നാനി സ്വദേശിനികളുടെ മകൾ തൻഹ ഷെറിൻ ഒഴുക്കിൽപ്പെട്ടത്. ഫയർഫോഴ്സ്, സ്കൂബ സംഘങ്ങളും തെരച്ചിലിനുണ്ട്. കോഴിക്കോട് മാലിപുരം ചെറുപുഴയിൽ ഇന്നലെ വൈകിട്ടാണ് 2 കുട്ടികൾ ഒഴുക്കിൽപ്പെട്ടത്. പൊന്നാനി സ്വദേശികളായിട്ടുള്ള 10 വയസ്സുള്ള തൻഹ ഷെറിനും തൻഹ ഷെറിന്റെ സഹോദരനായിട്ടുള്ള 12 വയസ്സുകാരനും അവരുടെ മാതാവും പിതൃ സഹോദരനും ഒക്കെയാണ് ഇന്നലെ ചെറുപുഴയിൽ കുളിക്കാനും അലക്കാനും ഒക്കെ ആയിട്ട് എത്തിയത്. അതിൽ 12 വയസ്സുകാരനെ ഇന്നലെ ചുഴിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. 10 വയസ്സുള്ള തൻഹ ഷെറിൻ പുഴയിലേക്ക് അബദ്ധത്തിൽ വീണതിന് പിന്നാലെ തൻഹയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് 12 വയസ്സുള്ള സഹോദരൻ പുഴയിലേക്ക് ചാടിയത്. ആ ചുഴിയിൽ പെടുകയായിരുന്നു. ചുഴിയിൽ പെട്ടതിനെ തുടർന്ന് തൊട്ടടുത്ത് പിതൃ സഹോദരൻ ഉണ്ടായിരുന്നു. പുഴയിലേക്ക് ചാടുകയും ചുഴിയിൽ നിന്ന് തട്ടിമാറ്റി കരകയറ്റുകയും ചെയ്തു. സ്കൂബ ടീമും അതുപോലെ തന്നെ ഫയർഫോഴ്സും സന്നദ്ധ സംഘടനകളും ഒക്കെ ചേർന്നുകൊണ്ട് നടത്തിയ തിരച്ചിലിൽ ഇന്നലെ രാത്രി നടത്തിയ തിരച്ചിലിലൊന്നും തൻഹയെ കണ്ടെത്താനായില്ല. ഇന്ന് രാവിലെ ഇപ്പോൾ വീണ്ടും തിരച്ചിൽ പുനരാരംഭിച്ചിരിക്കുകയാണ്. അവിടെ ഒരു പാറ നമുക്ക് കാണാൻ കഴിയും. ആ പാറയിലാണ് ഇവരെല്ലാവരും ഉണ്ടായിരുന്നത്. അവിടെ വെച്ച് വസ്ത്രങ്ങളെല്ലാം അലക്കുകയായിരുന്നു. ഇവർ പൊന്നാനി സ്വദേശികളാണ്. കൊടുവള്ളിയിൽ അവരുടെ ഒരു ഉപ്പയുടെ വീടുണ്ട്. അവിടെ ഒരു കല്യാണം കൂടാൻ എത്തിയതായിരുന്നു. കല്യാണം കഴിയുന്നതിന് ശേഷമുള്ള വസ്ത്രങ്ങളും മറ്റുമൊക്കെ അലക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇങ്ങോട്ടേക്ക് എത്തിയത് എന്നും പറയുന്നു. തെരച്ചിൽ ഊർജിതമായിട്ട് തന്നെ പോകുന്നുണ്ട്. നടക്കുന്ന സമയത്ത് ഞാനൊരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം, കൊച്ചു പോയി ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനൊക്കെ അവിടെ എത്തിയത്. അതിനുശേഷം ഞങ്ങൾ ഇവിടെയുള്ള ആൾക്കാർ, പല ആൾക്കാരും ഈ താഴെ 1-2 കിലോമീറ്റർ പോയിട്ടുള്ള ആൾക്കാർ അവിടെ നിന്ന് ഇതിലേ തരുന്നുണ്ട്. ഈ ഏരിയ മൊത്തം കവർ ചെയ്ത് ഏകദേശം 100-150 പേര് തെരച്ചിൽ വെള്ളത്തിൽ ഇറങ്ങി തന്നെ തെരഞ്ഞുണ്ട്. ആ കാണുന്ന പൊന്തയുടെ അടിയിലൊക്കെ ഇന്നലെ ഫുള്ളായിട്ട് തരണമാണ്. ഈ കാലത്തിൽ ഈ പാറന്റെ അടിയിൽ ഇവിടെ വലിയൊരു പാറുണ്ട്, നീളത്തിൽ കിടക്കുന്ന പാറ. എൻ്റെ അടിയിൽ ഫ്രണ്ട് വലിയ ഓളായിട്ട് കിടക്കുന്നതാണ്. അവിടെ നല്ല കുത്തൊഴുക്കുള്ള സ്ഥലമാണ്. ഈ കുറഞ്ഞ സ്ഥലം ഇവിടെയും പാറക്കെട്ടുകൾ നിറഞ്ഞു കിടക്കുന്ന സ്ഥലമാണ്. എന്തോ അൺഫോർച്ചുനേറ്റ്ലി കിട്ടിയിട്ടില്ല. ഇന്നലത്തേക്കാൾ ഒരു കുത്തൊഴുക്ക് കുറഞ്ഞ പോലെ ഇവിടം വരെ വെള്ളം ഉണ്ടായിരുന്നല്ലേ. അവ നിൽക്കുന്ന അവിടെ വരെ നല്ല കലക്ക് വെള്ളമായിരുന്നു. ഇന്ന് നല്ല തെളിച്ച വെള്ളമാണ്. കാണാൻ ചാൻസ് കൂടുതലാണ്. ട്രൈ ചെയ്യുന്നതിനനുസരിച്ച് അപകടം നടന്ന സ്ഥലത്ത് നിന്നും ഒരു 200 മീറ്റർ സ്ഥലത്ത് നിന്നാണ് തിരച്ചിൽ നടത്തുന്നത്. പക്ഷേ തൊട്ടപ്പുറത്ത് 200 മീറ്റർ കഴിഞ്ഞ് തൊട്ടപ്പുറത്തും നാട്ടുകാരുടെ ഒക്കെ നേതൃത്വത്തിൽ തിരച്ചിൽ നടക്കുന്നുണ്ട്. ഇന്നലെയുള്ള അത്ര കുത്തൊഴുക്ക് ഇന്നില്ല. വ്യാപകമായ തിരച്ചിൽ നടക്കുന്നു. ഒരു പക്ഷേ ഇന്ന് തന്നെ അധികം വൈകാതെ ആ തൻഹയെ കിട്ടുമെന്ന ഉറപ്പിലും തന്നെയാണ് എല്ലാവരും ഉള്ളത്. അരുൺ കിഷോറിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.